ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമയുടെ 4 ദിവസമായിട്ടുള്ള ഞായറാഴ്ചത്തെ കളക്ഷനാണ്. നല്ല പടമാണ്, ഒരു രക്ഷയില്ലാത്ത പടം. ഇപ്പോഴും രോമാഞ്ചം എന്താ ഇപ്പോഴും കണ്ടോ, ഇവിടെ ചെയ്തോളൂ. രോമാഞ്ചം എപ്പോഴും പോയിട്ടില്ല. അടിയോടടി പക്ക എന്റർടൈനർ സീന് പടം. മമ്മൂക്കയുടെ പെർഫോമൻസ് പറയണ്ടല്ലോ, നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാണല്ലോ. എല്ലാം അടിപൊളി പടം, ഒന്നും പറയാനില്ല. ഇത് തന്നെ ഒരു ഫുൾ ടൈം മാസ് എന്റർടൈനറാണ്. ഫുൾ ടൈം മാസിന് ഫുൾ അടിയും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും. പക്കയാണ്. ക്ലൈമാക്സ് സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി 2 പ്രതീക്ഷിക്കാം. അതുപോലെ നിർത്തിയിരിക്കുന്ന സിനിമ എന്തായാലും കണ്ടിരിക്കുക, എല്ലാവരും കാണാൻ പറ്റും. എന്തായാലും ഇപ്പോൾ മലയാള സിനിമയിൽ പോകണ പോക്കിനനുസരിച്ച് ഈ സിനിമയും നല്ല ഹൈയിലെത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, ശരി. ഈ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഈ സിനിമയുടെ വിജയവും വിമർശകർക്കുള്ള ഒരു മറുപടി തന്നെയാണ്. ഇത് പറയാൻ കാരണം മറ്റൊന്നല്ല, ഈ സിനിമ റിലീസായ അന്ന് മുതൽ ഈ സിനിമക്കെതിരെ നല്ല രീതിയിൽ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്, നെഗറ്റീവ് റിവ്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് 2 ദിവസം കഴിഞ്ഞാൽ, ഈ ഒരു ഫാൻസിന്റെ തിക്കും തിരക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമക്ക് കളക്ഷൻ കുത്തനെ ഇടിയും, വലിയ രീതിയിൽ സിനിമക്ക് ഒരു കളക്ഷൻ നേടാൻ സാധിക്കില്ല എന്നൊക്കെയാണ്. പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്തിട്ട് 4 ദിവസം പിന്നിട്ടപ്പോഴേക്കും ഗംഭീര കളക്ഷനാണ് സിനിമക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാത്രിയിൽ അഡീഷണൽ ഷോ, എക്സ്ട്രാ ഷോ നടത്തിയിട്ടുണ്ട്. ഇത് സിനിമ റിലീസ് ചെയ്തിട്ട് 4 ദിവസം കഴിഞ്ഞു. ഇന്നൊക്കെ 5ാം ദിവസമാണ്. ഈ 4 ദിവസവും രാത്രിയിൽ അഡീഷണൽ എക്സ്ട്രാ ഷോ നടത്തിയിട്ടുണ്ട്. ആദ്യ ദിവസം 224 ഷോ നടത്തി, 2ാം ദിവസം 156 നൈറ്റ് ഷോ നടത്തി, അതുപോലെ തന്നെ 3ാം ദിവസം 160 നൈറ്റ് ഷോ നടത്തി, 4 ദിവസമായിട്ടുള്ള ഞായറാഴ്ച 150-ലധികം നൈറ്റ് ഷോ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 4 ദിവസം ഈ സിനിമ 3 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസം 6,15 ലക്ഷം രൂപയായിരുന്നു, 2ാം ദിവസം അത് 3,70 ലക്ഷം രൂപയായി, 3ാം ദിവസം അത് 3,85 ലക്ഷം രൂപയായി. 4 ദിവസമായിട്ടുള്ള ഞായറാഴ്ച അത് ഗംഭീര കളക്ഷനാണ് ഈ സിനിമക്ക് കിട്ടിയിട്ടുള്ളത്. മഴ പ്രതികൂല സാഹചര്യമായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂസ് ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്ന നെഗറ്റീവ് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഞായറാഴ്ച ഈ സിനിമ കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് 4,30 ലക്ഷം രൂപയാണ്. ഇത് വിമർശകർക്കുള്ള ഒരു മറുപടി തന്നെയാണ്. കാരണം ഇതിനോടകം തന്നെ 18 കോടിക്ക് മുകളിൽ ഈ ഒരു സിനിമ കേരള കളക്ഷനായിട്ട് നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആകെ മൊത്തം 22,50,00,000 മുകളിലാണ് ഒരു സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത്. അത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ റെക്കോർഡ് തന്നെയാണ്. കാരണം 4 ദിവസം പിന്നിട്ടപ്പോൾ ഈ ഒരു സിനിമ മമ്മൂട്ടിയുടെ 50 കോടി ക്ലബിൽ ഇടം നേടുന്ന ചിത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 54 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറാൻ പോവുകയാണ് ടർബോ. അപ്പൊ എന്തായാലും ഇതൊരു വലിയ വിജയമായി തീരാനുള്ള എല്ലാ സാധ്യതയും ഇപ്പൊ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സിനിമ മമ്മൂട്ടിയുടെ കരിയറിൽ 100 കോടി കളക്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്.